ഏവർക്കും PSC ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ റെയിൽവേ സോണുകളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സോണുകൾ? അത് നമുക്ക് ഒരൊറ്റ വരയിലൂടെ പഠിക്കാം. ഇപ്പൊ ഇന്ത്യയിലുള്ള റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ്? 18 എണ്ണമാണ്. ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം 18. അപ്പൊ 18 റെയിൽവേ സോണുകളും നമ്മൾ ഒരൊറ്റ വരയിലൂടെ പഠിക്കാൻ പോവുകയാണ്. 18 റെയിൽവേ സോണുകൾ. അത് നമുക്കിങ്ങനെ വരക്കാം. നമ്മള് മാത്സിലൊക്കെ ദിശകൾ പഠിക്കാറുണ്ട് അല്ലെ? ഈ ഒരൊറ്റ വരയിലൂടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സോണുകളും പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇത് നോർത്ത് ആണ്, വടക്ക്, സൗത്ത് തെക്ക്, അതുപോലെ വെസ്റ്റ് പടിഞ്ഞാറ്, ഈസ്റ്റ് കിഴക്ക്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ എന്ന് ചോദിക്കാറില്ല. പകരം ചോദിക്കാറുള്ളത് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ഏത് എന്നാണ് ചോദിക്കാറുള്ളത്. ഉത്തര റെയിൽവേ ഓർത്തുക, ഉത്തര റെയിൽവേ. അതുപോലെ തന്നെ ഈസ്റ്റ് കിഴക്കൻ റെയിൽവേ അല്ലെങ്കിൽ പൂർവ റെയിൽവേ, പൂർവ റെയിൽവേ. സൗത്ത് തെക്ക് അല്ലെങ്കിൽ ദക്ഷിണ റെയിൽവേ. വെസ്റ്റ് വെസ്റ്റേൺ ഘട്ട് അല്ലെ, പശ്ചിമഘട്ടം ഓർത്തു നോക്കുക, പശ്ചിമ റെയിൽവേ. അപ്പൊ ഉത്തര റെയിൽവേ, പൂർവ റെയിൽവേ, ദക്ഷിണ റെയിൽവേ, പശ്ചിമ റെയിൽവേ. നമ്മുടെ വീടിന്റെയൊക്കെ ഉത്തരം മുകളിലാണ് അല്ലെ, ഉത്തര റെയിൽവേ. ദക്ഷിണൊക്കെ വന്നിട്ടുണ്ട്, ദക്ഷിണ റെയിൽവേ. ഇങ്ങനെ ഓർത്തു വെക്കുക. അതുപോലെ പശ്ചിമ റെയിൽവേ, വെസ്റ്റേൺ ഘട്ട് ഓർത്തു വെക്കുക. മറ്റേത് പൂർവ റെയിൽവേ. ഈ ഓരോന്നിന്റെയും ആസ്ഥാനങ്ങൾ നോക്കാം. ദക്ഷിണ റെയിൽവേ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോണാണ് ദക്ഷിണ റെയിൽവേ. 1951 നിലവിൽ വന്ന ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോണാണ് ദക്ഷിണ റെയിൽവേ. അതുപോലെ തന്നെ ഉത്തര റെയിൽവേ. ഉത്തര റെയിൽവേ അല്ലെങ്കിൽ നോർത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഡൽഹി. ഇപ്പൊ ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പൂർവ റെയിൽവേ അല്ലെങ്കിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് കൊൽക്കത്ത. അപ്പൊ പൂർവ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത. അതുപോലെ പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ചർച്ച് ഗേറ്റ്. മുംബൈ ചർച്ച് ഗേറ്റ് ആണ്. ഓർത്തു നോക്കുക, മുംബൈ ചർച്ച് ഗേറ്റ്. അപ്പൊ 4 നമ്മൾ പറഞ്ഞു. ഉത്തര റെയിൽവേ ന്യൂഡൽഹി, പൂർവ റെയിൽവേ കൊൽക്കത്ത, ദക്ഷിണ റെയിൽവേ ചെന്നൈ, പശ്ചിമ റെയിൽവേ മുംബൈ ചർച്ച് ഗേറ്റ്. ഇനി മധ്യത്തിലൊന്നുണ്ട്, അതാണ് സെൻട്രൽ റെയിൽവേ. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ CST, മുംബൈ ഛത്രപതി ശിവജി ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അല്ലെ, മുംബൈ ഛത്രപതി ശിവജി ടെർമിനൽ. വിക്ടോറിയ ടെർമിനൽ എന്നൊക്കെയായിരുന്നു അതിന്റെ പഴയ പേര്. ഇപ്പൊ മധ്യ റെയിൽവേ മുംബൈ CST. നമ്മൾ നേരത്തെ പറഞ്ഞു പശ്ചിമ മുംബൈ ചർച്ച് ഗേറ്റ്. ഇത് ചർച്ച് ഗേറ്റ്, ഇത് ഛത്രപതി ശിവജി ടെർമിനൽ, മുംബൈ CST. നമ്മൾ 5 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി ബാക്കി നമുക്ക് ഇങ്ങനെ വരക്കാം. ഈ വെസ്റ്റ് പശ്ചിമം മധ്യം, ഇതിന്റെ സെൻട്രൽ ആയിട്ട് നമ്മൾ വരക്കുകയാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനമാണ് ബിലാസ്പൂർ. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ബിലാസ്പൂർ. അതുപോലെ ഈസ്റ്റ് സെൻട്രൽ, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ബീഹാറിലെ ഹാജിപ്പൂരാണ്, ഹാജിപ്പൂർ. അപ്പൊ ഹാജിപ്പൂർ ഈസ്റ്റ് സെൻട്രൽ. നമുക്ക് സൗത്ത് സെൻട്രൽ നോക്കാം. സൗത്ത് സെൻട്രൽ റെയിൽവേ. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം സെക്കന്ദരാബാദ് ആണ്, തെലങ്കാനയിലെ സെക്കന്ദരാബാദ്. അതുപോലെ നോർത്ത് സെൻട്രൽ, നോർത്ത് സെൻട്രൽ റെയിൽവേ അല്ലെങ്കിൽ ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം അലഹബാദ്. ഉത്തർപ്രദേശിലെ അലഹബാദാണ് ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം. അപ്പൊ നമ്മൾ ആദ്യം 5 എണ്ണം പറഞ്ഞു, അതിനുശേഷം 4, 5, 4, 9. അടുത്തത് നോർത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്, വെസ്റ്റിലേക്ക്. ഉത്തര പശ്ചിമ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനമാണ് ജയ്പൂർ.
ജയ്പൂർ. ഓർത്ത് നോക്കുക, പിങ്ക് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ജയ്പൂർ രാജസ്ഥാനിലെ ജയ്പൂരാണ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം അത് ഗോരഖ്പൂരാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളത് ഗോരഖ്പൂരിലാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ അല്ലെങ്കിൽ ഉത്തര പൂർവ റെയിൽവേയുടെ ആസ്ഥാനമാണ് ഗോരഖ്പൂർ. അടുത്തത് സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ദക്ഷിണ പൂർവ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. ഇത് ചോദിക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊൽക്കത്ത തന്നെയാണ്. അപ്പൊ പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനവും ദക്ഷിണ പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനവും കൊൽക്കത്തയാണ്. അടുത്തത് ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഹുബ്ലിയാണ്. സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഹുഗ്ലി അല്ല, ഹുബ്ലി, കർണാടകയിലെ ഹുബ്ലി. അപ്പൊ നമ്മൾ ആദ്യം 5 പറഞ്ഞു, പിന്നീട് 4 പറഞ്ഞു, അതിനുശേഷം വീണ്ടും 4. 9 4 13. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനമാണ് സെൻട്രൽ അല്ലെങ്കിൽ ദക്ഷിണ പൂർവ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ബിലാസ്പൂർ ആണ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂര് ഓർത്ത് വെക്കുക. അടുത്തത് ഇവിടെ ഒരു റെയിൽവേ സോണ്. ഇത് നമ്മൾ പറഞ്ഞു നോർത്ത് ഈസ്റ്റ് ഉത്തരപൂർവ റെയിൽവേയുടെ ആസ്ഥാനം ഗോരഖ്പൂരാണ്. ഇത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ അല്ലെങ്കിൽ ഉത്തരപൂർവ അതിർത്തി റെയിൽവേയുടെ ആസ്ഥാനം അസമിലെ ഗുവാഹത്തിയാണ്. ഉത്തരപൂർവ അതിർത്തി റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തി. അടുത്തത് ഇത് സൗത്ത് ഈസ്റ്റ് അല്ലെ, സൗത്ത് ഈസ്റ്റ് റെയിൽവേ ആണ്. ദക്ഷിണ പൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. എന്നാൽ ഇത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആണ്. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂർവ്വ തീര റെയിൽവേ. പൂർവ്വ തീര റെയിൽവേയുടെ ആസ്ഥാനം നമ്മളെ എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അത് ഒറീസയിലെ ഭുവനേശ്വറാണ്. ഒറീസയിലുള്ള ഭുവനേശ്വറാണ്. ദക്ഷിണ പൂർവ്വ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ ഓർത്തു വെക്കുക. അടുത്തത് ഒരു ഇൻഡിപെൻഡന്റ് സോണാണ് കൊൽക്കത്ത മെട്രോ. ഇന്ത്യയിലെ 17ാമത്തെ റെയിൽവേ സോണാണ് കൊൽക്കത്ത മെട്രോ. നമ്മൾ ആദ്യം 5 പറഞ്ഞു, പിന്നീട് 4 പറഞ്ഞു 9, പിന്നീട് 4 13, അതിനുശേഷം സൗത്ത് ഈസ്റ്റ് സെൻട്രൽ 14, 15, 16, 17 കൊൽക്കത്ത മെട്രോ. ഇനി അവസാനമായി 2019 നിലവിൽ വന്ന റെയിൽവേ സോണാണ് സദേൺ കോസ്റ്റ് റെയിൽവേ. സൗത്ത് കോസ്റ്റ് റെയിൽവേ അല്ലെങ്കിൽ ദക്ഷിണ തീര റെയിൽവേ. ദക്ഷിണ തീര റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം. ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോണാണ് വിശാഖപട്ടണത്തുള്ള സദേൺ കോസ്റ്റ് അല്ലെങ്കിൽ ദക്ഷിണ തീര റെയിൽവേ. ഇത്രയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ റെയിൽവേ സോണുകൾ. ഇത് നിങ്ങൾ ഒരു 2 3 പ്രാവശ്യം വരച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പഠിച്ചോളും. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.